നീ ഇവിടെ ഇരിക്കുകയാണോ? അപ്പൊ നീ വരുന്നില്ല ടൗണിലേക്ക്? ഇപ്പഴാണ് ലോറിയിലങ്ങ് പോവാം. ഞാനില്ല. എന്റെ മുഖത്തെന്താ ഒരു വാട്ടം? ഒന്നുമില്ല. ഞാൻ വരുമ്പോ നിനക്ക് പോലും വാങ്ങിച്ചിട്ട് വരണോ? ഒന്നും വേണ്ട. മുത്തു, മുത്തു, അക്ക എവിടെ? തങ്കേ, കുളി എവിടം വരെയായി? കഴിഞ്ഞു. ദാ വരുന്നു. ഞാൻ അങ്ങോട്ടൊന്ന് കടക്കട്ടെ? കിടന്നു കിടന്നു. നീ ഊണ് കഴിച്ചോ? ഇല്ല, ഇപ്പൊ വിളമ്പാ. മുത്തൂന് കൊടുത്തു. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചാ. നീ കഴിച്ചിട്ട് വേഗം വാ, നമുക്ക് കിടക്കാം. ഞാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എടുത്തു വെക്കണം. അതിപ്പോ വേണ്ട, നാളെ മതി. നീ ഊണിച്ചിട്ട് വേഗം വാ, കിടക്കാം. എനിക്ക് ചോറ് വേണ്ട. എന്താ? വയറിന് സുഖമില്ല. വാ, കിടക്കാം. ഇവിടെ വാടി, നീ ഇപ്പോഴെന്റെ തങ്കക്കുട്ടി. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്റെ അപ്പൂനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എനിക്കിഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം ഒളിച്ചോടുന്നു. അപ്പൂനെ രക്ഷിക്കാൻ വേണ്ടി? ആ ലേബർ ഓഫീസറെ കാണേണ്ടത് ഇന്നാ. കുഞ്ഞപ്പൻ തന്നെ കണ്ടാ മതി. സാറിനെ നേരിട്ടൊന്ന് കാണണമെന്നാ പറഞ്ഞത്. എനിക്ക് വേറെ ഇത്തിരി ജോലിയുണ്ട്. കമ്പനി കാര്യമാ സാർ ഇത്? കമ്പനി 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 മനുഷ്യനൊരു നിമിഷം സൂര്യൻ തരത്തില്ലല്ലോ. ഇത്ര ശല്യമാണെങ്കിൽ കമ്പനി അങ്ങ് അടച്ചേര്. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ? എടീ ശരി, കാപ്പി കുടിക്കൂ. യാത്ര ക്ഷീണം മാറട്ടെ. പിന്നെ അമ്മയുടെ വർത്തമാനത്തിന്റെ ക്ഷീണവും നീ പൊടിയിടുന്നു. അപ്പോയിട്ട് നിന്തേച്ചി കമ്പനി പോയിരിക്കണോ? അവൻ ഇപ്പൊ വരും. ആട്ടെ, ശങ്കരൻകുട്ടിയുടെ അസുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ല.
അവനെന്താ ഇങ്ങോട്ട് വരാഞ്ഞ? അച്ഛൻ ഇന്നലെ തിരുവനന്തപുരത്ത് പോയതാ. 2 ദിവസം കഴിഞ്ഞേ വരൂ. അല്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് വരാമല്ലോ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ ഒറ്റയ്ക്കാണല്ലോ സഞ്ചാരം. ആ ദാ വന്നല്ലോ. ആ ശ്രീദേവിയോ എപ്പോഴെത്തി? ഇപ്പൊ വന്നതേ ഉള്ളൂ. കഷ്ടിച്ച് 1/2 മണിക്കൂറായി. ഇരിക്കൂ. ബസ്സിറങ്ങി നേരെ കമ്പനിയിലോട്ട് വന്നാലോ എന്ന് ആലോചിച്ചു. പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു. വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മാവനും അമ്മായിക്കൊക്കെ? ആ സുഖം തന്നെ. അപ്പോഴത്തിന് സുഖമാണോ? ഏയ് സുഖാണോന്ന്. എനിക്ക് പിന്നെ എന്താ സുഖം? ആ ഞാൻ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. മോളെ ബാഗൊക്കെ അകത്തോണ്ട് പോയി വെച്ച് കുളിക്കും. ഈ ഫോട്ടോ ഈടെ എടുത്താണോ? ഉം. നല്ല സ്റ്റൈലായിരിക്കുന്നു. ഇതിന്റെ ഒരു കോപ്പി എനിക്ക് വേണം കേട്ടോ. എന്റെ കൂട്ടുകാരികളെ കാണിക്കാനാ. അതിന് വേറെ കോപ്പിയില്ല. ഇല്ലെങ്കിൽ വേറെ എടുപ്പിച്ചു തരണം. അല്ലെങ്കിൽ ഞാനിത് അടിച്ചോണ്ട് പോവും. ആ അപ്പോഴും ഞാനൊരു പ്രസന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണടയ്ക്ക്. അടയ്ക്കാൻ. ഉം. ഇനി തുറക്കൂ. ഞാൻ തന്നെ തയ്ച്ചതാ. ഞാൻ താഴോട്ട് പോട്ടെ. ഉം. വേണ്ട അമ്മ വേണ്ട. ഔ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം കഴിയട്ട. എന്നിട്ട് മുതലാ കോഴിക്കോട്ടെ കാര്യം. അപ്പോഴേക്കും കയറി നമ്മുടെ ബിസിനസ് പിടിക്കാൻ നോക്കണം. വിട്ട് പിടിക്കരാ അബു. എങ്ങനെയുണ്ടാ വേലുണ്ട്? എങ്ങനെയുണ്ടാ വേലുന്റെ ചരക്ക്? ഇപ്പൊ ഞാൻ പറഞ്ഞത് നോണേണ്ടവനെ. ഇവിടെ പൂരത്തിന് പൂരപ്പറപ്പിൽ കയറ്റിട്ടല്ല, മുടി നഖല്ലാണ്ട് വേറൊരു വസ്തു ബാക്കി കിട്ടില്ല. അസലുടുപ്പിടിയാണ്. സമ്മതിച്ച പറ്റി. മമ്മദിക്ക നിങ്ങൾ കുടി മറക്കണ്ടട്ടാ. ഈ പോണ നായിന്റെ മോനെ, ഓളെ കിട്ടിയ കുടിയും വേണ്ട കുട്ടികളും വേണ്ട. അപ്പൊ അത്രയ്ക്കായ ഇത്തിരി മീൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വരും. നന്നായി പയിച്ചിട്ട് കണ്ണ് കാണാൻ പറ്റില്ല. ഇനി കൊണ്ടുവാ. പിന്നെ വേലൊണ്ണം വിറ്റണം. അടി ഈ അപ്പൂട്ടിനെ ഇനി കുത്തി ഉണർത്തിയാലേ പറ്റൂ. നേരെ ഒത്തിരിയായി. തിയേറ്ററിൽ ചെല്ലുമ്പോ സിനിമ പാതിയാവും. നല്ല പുള്ളിയാ. എന്തൊരുറക്കമാ. പോയി കുളിച്ച് റെഡിയാവും. പോകാറായി. നീ കിടന്ന് ബേളം വെക്കാതെ. ഞാൻ വന്നിട്ട് വിളിച്ചോളാം. തീർന്നില്ല പരാതി. അമ്മേ കാപ്പി. ഇതാ കൊണ്ടുവരാം. അലക്ക് കഴിഞ്ഞിട്ട് പെണ്ണ് കെട്ടാൻ നേരമില്ലെന്ന് പറഞ്ഞ പോലെ നിന്റെ അലക്ക് കമ്പനി പൂട്ടിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? എന്റെ പണി കഴിഞ്ഞു. ഞാൻ ഇപ്പൊ റെഡിയാവും. മോനെ, നീ എന്ന് പറഞ്ഞ അവക്ക് ജീവനാ.
അപ്പച്ചി ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാൻ വന്നിട്ടേ സിനിമയുടെ കഥ മുഴുവനും പറഞ്ഞുതരാം, വള്ളി പുള്ളി വിടാതെ. അപ്പു എവിടെ? അപ്പുറത്തുണ്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോളെ. അപ്പേട്ടാ, അപ്പേട്ടാ, ഓടി തളർന്നുപോയി. നല്ല പുള്ളിയാ. സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയിട്ട് ഒറ്റയ്ക്കൊരൊറ്റ പോക്ക്. എന്താ അപ്പേട്ടാ? നമുക്ക് ഇനിയൊരിക്കൽ പോവാം സിനിമയ്ക്ക്. അപ്പേട്ടനെന്താ ഒരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല. നുണ, എന്തോ കുഴപ്പമുണ്ട്. എന്റെ അപ്പേട്ടനെ എനിക്കറിയില്ലേ? ഇങ്ങോട്ട് നോക്കി. ഞാൻ തന്നെ അപ്പേട്ടാ. സീത പോയിക്കോ, ഞാൻ പിന്നെ വരാം. അപ്പേട്ടനും വാ. സീത പോയിക്കോ, ഞാൻ വന്നേക്കാം. വരാൻ. സീത പോയിക്കോ, ഞാൻ വന്നേക്കാം. വാ. വിടാൻ. പുറത്തേക്ക് പോയിരിക്കുവാ. സാരല്ല, വരട്ടെ. സാധനം അകത്തുണ്ടല്ല. അറിഞ്ഞൂടാ. നമ്മളെ മുത്ത് എവിടെ പോയേ? എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാധനം അകത്ത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നീ ഒന്ന് പോയി നോക്കിയേ. ഇല്ല, എനിക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞില്ലേ? ആ ബെഞ്ചിൽ ചെന്നിരിക്കുക, അവരാരെങ്കിലും ഇപ്പൊ വരും. നോക്കി, എനിക്കാന്ന് പറഞ്ഞ വേറൊരു വസ്തും പറയില്ല. നീ ഒന്ന് പോയി നോക്കിയേ. ഇല്ല, ആ ബെഞ്ചിൽ ചെന്നിരിക്കുക. എന്തുണ്ടൊക്കെ എന്നാലും നീ ചിരിക്കുന്നത്? നിന്റെ അപ്പൻ ചത്ത. എന്താ പിന്നെയും നീ എന്തുണ്ടാ ചിരിക്കുന്നേ? ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് നെയ്യ് ഇവിടെ ഇരുന്നോണ്ടാവും അവൾക്കൊരു ചെറിയ മടിയെന്നാണ്. നെയ്യ് ഇവിടെ നിന്ന് മാറി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് കൊത്തി നോക്കാം. അല്ല എന്നുവെച്ചപ്പോ ഞാൻ വേണ്ട അങ്ങോട്ടോ മാറാ. പക്ഷേങ്കി നിങ്ങൾ ചെന്നൊരു കുണ്ടാൻ വേണ്ടി ചാടി പോകുന്ന സംഗതി ഇപ്പൊ സംഭവട്ടാ. അല്ല മനസ്സിലാവണ്ടല്ലോ. ഇത് തല്ലിപ്പൊളി ആക്കുക. ഒരു തല്ലിപ്പൊളി ആക്കലും ഇല്ല. നീ ഒന്ന് മാറി തന്നരാ കുരിശേ. ശരി ശരി. അവര് എത്തിയിട്ടില്ല അല്ലേ? എത്തിയാ നിങ്ങൾക്ക് കാണാമല്ലോ. അല്ല എന്നുവെച്ചപ്പോ എനിക്ക് വേലിനോട് ഭയങ്കര ഇഷ്ടമേ. അതുപോലെ എനിക്കും എന്നോടും. നിങ്ങൾ ഇന്ന് അവിടെ ഇരിക്കണം. എന്നുവെച്ചപ്പോ അവര് എത്തിയിട്ടില്ല. അവരെത്തണ വരെ ഞാനും കൂടി ഉള്ളില് എന്നുവെച്ചപ്പോ അല്ല നമുക്കിരുന്ന് സംസാരിക്കാം അങ്ങനെ പറയണേ. എന്റെ കിളിയണിച്ച പോവുകയും ചെയ്തു. നിങ്ങൾ അകത്തേക്കാൻ നടന്നേ. എന്തായി കുഞ്ഞുപാലത്തെ വല്ല നടന്നോ? എന്തുകൊണ്ട് നീ എപ്പോഴും തൊലിക്കാൻ വന്നല്ല. അല്ല ആശാനെപ്പത്തി ഇപ്പൊ തന്നെ ഇത് തങ്കേ തങ്കേ നീ വാ. എന്നിട്ട് പച്ചക്കിരിക്കുന്നു. എന്നുവെച്ചപ്പോ കിട്ടാണ്ട് പോലും കുടിക്കാൻ പറ്റുമോ? എന്നെ വിളിച്ചോ? ആ ഇങ്ങോട്ട് വാ. ഇതങ്ങോട്ട് വെക്ക്. എന്നിട്ടൊരു കുപ്പിയും ഒന്ന് ഗ്ലാസ് കൊടുത്തു. ഹലോ, ഈ പെണ്ണുങ്ങളുണ്ടല്ലോ നമ്മളെ പോലും നല്ലടാപ്പ. എന്നുവെച്ചപ്പോ ഞാൻ ഇവിടെ വന്നപ്പോ നമ്മുടെ പാൻറ് ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ തമ്മിലുള്ള ആ അടുപ്പത്തിന്റെ മുകളില് ഞാൻ തങ്കമോട് ഇത്തിരി സാധനം ചോദിച്ചു. അപ്പൊ അവള് പറയണു പറ്റില്ല. അല്ല അത് ഓരോരുത്തരുടെ രീതി എന്ന് വെച്ചാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഒഴിക്കാൻ ഒഴിക്കാൻ. എടീ, കുഞ്ഞിപ്പാലു എന്ന് വെച്ചാ നമ്മുടെ ആളാ. ഏതാ? നമ്മുടെ സ്വന്തം.
അങ്ങനെ വന്ന് ചോദിച്ചാ ഇവിടെയുള്ള എന്തും കൊടുക്കാം. അടുത്ത തൃശ്ശൂർ പൂരത്തിനെ ഞങ്ങൾ പങ്കുവച്ചോടത്തിന് പോവുക. നമുക്കറിയാവോ അല്ലേ കളിയാ? ആ നീ അകത്ത് ചെന്ന് ഒരു കുപ്പിടി എടുത്തു. എന്നുവെച്ചപ്പോ നമ്മൾ സംസാരിച്ച ആ വിഷയമുണ്ടല്ലോ, പൂരത്തിന്റെ കാര്യം, സംഭവം എടുത്തു. ബിസിനസിന്റെ പരിപാടി ഉണ്ടെന്ന് വെച്ചാ ഇനി വൈകിച്ചാ പറ്റില്ല. വാറ്റ് പരിപാടി ഉടനെ തുടങ്ങണം. ഈ സാധനവും വിളമ്പാൻ തങ്കമ്മയും കൂടി ഉണ്ടെന്ന് വെച്ചാ എന്റെ പൊല്ലു പോനെ, പൂരം കഴിയുമ്പോഴേക്കും നീ കോടീശ്വരൻ. കോടീശ്വരൻ നിനക്ക് വല്ലതും മനസ്സിലാവണ്ട. തങ്കമ്മ വേണോ? അവളല്ലടാ ബിസിനസിന്റെ ആണി. വേലുവാ, അവള് വിളമ്പി കൊടുത്തിട്ടുണ്ടെങ്കിലോ പച്ചവെള്ളം പോലും എന്റെ തലയ്ക്ക് കിരികിരിക്ക് ചെയ്ത് പിടിക്കടാ. അതാ അല്ല കുഞ്ഞിപ്പാലത്തെ എന്താ ചോദിച്ചേ? ചവിട്ട് വെച്ചെന്നുണ്ട് ശരി. ആ താ ഒരു കാര്യം ചെയ്യിച്ചങ്ങാതി, വാറ്റോടനെ തുടങ്ങും. 1000 രൂപയുണ്ട്. ഇതാ പിടിച്ചേ. സംഭവം ഉടനെ തുടങ്ങും. ഇത് പോരാച്ചാ അടുത്ത തവണ ഞാൻ വരുമ്പോ അങ്ങോട്ട് തരാം. അത് പിടിച്ചേ. വാച്ച് പരിപാടി ഉടനെ തുടങ്ങ്. പിന്നൊരു കാര്യം, ബിസിനസ് എന്ന് പറഞ്ഞ ബിസിനസ്സാ. എല്ലാം പറഞ്ഞ പോലെ എന്തുണ്ട് നോക്കി കന്നാല് ബിസിനസ് ഒഴിക്കണം, ഒഴിക്കണേ.